മുംബൈയിലെ നല്ല തിരക്കുള്ള സ്ട്രീറ്റിൽ പാർക്ക് ചെയ്ത കാറിൽ നിന്ന് 10 വയസ്സുകാരിയായ ഒരു പെൺകുട്ടിയെ കാണാതാകുന്നു. അതിനെപ്പറ്റി അന്വേഷിക്കുന്ന ഒരു ക്രൈം ത്രില്ലർ സിനിമയാണ് അഗ്ലി. 2013 പുറത്തിറങ്ങിയ ഈ ഹിന്ദി സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് അനുരാഗ് കശ്യപ്പാണ്. ഈ സിനിമയ്ക്ക് ഒരു ക്യാറ്റ് ആൻഡ് മൗസ് സ്ട്രക്ചർ ഉണ്ട്. ഒരു വശത്ത് ആ കുട്ടിയെ കണ്ടെത്താനുള്ള അന്വേഷണം നടക്കുന്നുണ്ട്, മറുവശത്ത് ആ കേസുമായി ബന്ധപ്പെട്ട ആളുകളുടെ സൈക്കോളജിയിലേക്കാണ് ഈ ചിത്രം പോകുന്നത്. അഗ്ലി എന്ന ടൈറ്റിൽ ഈ സിനിമയ്ക്ക് വളരെ പെർഫെക്റ്റാണ്. ഇവിടെ അഗ്ലി എന്ന് പറയുന്നത് പുറത്തുള്ള അപ്പിയറൻസിനെ പറ്റിയല്ല, മറിച്ച് മനുഷ്യരുടെ ഉള്ളിലെ അഗ്ലിനെസ്സിനെയാണ് ഈ സിനിമ പരിശോധിക്കുന്നത്. ഈ സിനിമയുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് അനുരാഗ് കശ്യപ്പിൻ്റെ ഡയറക്ഷൻ തന്നെയാണ്. കശ്യപ്പ് ഈ സിനിമയെ ഒരു ടിപ്പിക്കൽ ബോളിവുഡ് ക്രൈം ത്രില്ലർ ആക്കാൻ ശ്രമിക്കുന്നില്ല. എക്സസീവ് മ്യൂസിക് ഇല്ല, ലൗഡ് ബാക്ക്ഗ്രൗണ്ട് സ്കോറുകളില്ല, സിനിമാറ്റിക് ഗ്ലാമർ ഇല്ല. പകരം ഈ സിനിമയ്ക്ക് ഒരു റോ ഡാർക്ക് റിയലിസ്റ്റിക് ട്രീറ്റ്മെൻറ്റാണ് നൽകിയിരിക്കുന്നത്. അറ്റ് ദ സെയിം ടൈം ഈ പടം വിഷ്വലി വളരെ ക്രിയേറ്റീവായൊരു വർക്ക് തന്നെയാണ്. ഇതിൻ്റെ വിഷ്വൽ ട്രീറ്റ്മെൻറ്റ്, പ്രത്യേകിച്ച് സിനിമാറ്റോഗ്രഫിയും കളർ ചോയ്സും ആ കഥാപാത്രങ്ങളുടെ ഉള്ളിലെ ടെൻഷനും മോറലിയുള്ള ഗ്രേ ഷെയ്ഡും നല്ല രീതിയിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. ഈ സിനിമയുടെ മറ്റൊരു പോസിറ്റീവാണ് ഇതിലെ ക്യാരക്ടറൈസേഷൻ. ഇതിലെ പ്രധാന കഥാപാത്രങ്ങളെയെല്ലാം വളരെ കോംപ്ലക്സ് ആയിട്ടാണ് എക്സ്പ്ലോർ ചെയ്തിരിക്കുന്നത്. ഈ സിനിമയിൽ ഒരു ക്ലിയർ കട്ട് വില്ലൻ അല്ലെങ്കിൽ ഹീറോ ഇല്ല. ഇതിലെ ഓരോ കഥാപാത്രങ്ങൾക്കും അവരുടേതായ ഫ്ലോസ് ഉണ്ട്, സെൽഫിഷ് മോട്ടീവ്സ് ഉണ്ട്, തെറ്റായ തീരുമാനങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സിനിമ കാണുമ്പോൾ ആദ്യം നമ്മളൊരാളെ സംശയിക്കും, പിന്നീട് ആ സംശയം അടുത്ത ആളിലേക്ക് മാറും. ആ രീതിയിൽ തുടക്കം മുതൽ അവസാനം വരെ വളരെ ത്രില്ലിംഗ് ആയിട്ടാണ് ഈ സിനിമ പോകുന്നത്. മൊത്തത്തിൽ നോക്കിയാൽ വളരെ വേറിട്ട് നിൽക്കുന്നൊരു സൈക്കോളജിക്കൽ ക്രൈം ത്രില്ലർ സിനിമയാണ് അഗ്ലി. ഈ സിനിമ ജിയോ ഹോട്ട്സ്റ്റാറിൽ അവൈലബിൾ ആണ്. കണ്ടവരുണ്ടെങ്കിൽ ഈ സിനിമയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.